ഇതിനകത്ത് ഈ വൈദ്യുതി മേഖലയെ ബന്ധപ്പെട്ട് കർണാടക അധികമായി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ അത് വാങ്ങാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടും. ഇപ്പോൾ ഉദ്യോഗസ്ഥർ മാത്രമാണ് ചർച്ച നടക്കുന്നത് മനസ്സിലാക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇതൊന്നും ഞാൻ ചോദിച്ചോട്ടെ. നേരത്തെ ചോദ്യത്തിന് അർജുന്റെ ചോദ്യത്തിനും കൂടെ മറുപടി പറഞ്ഞേക്കാം. മണിയാശാൻ എവിടെ പോയിട്ടാ ആരോടാ സംസാരിച്ചത്? മണിയാശൻ ചെയ്തത് അദ്ദേഹം പറഞ്ഞല്ലോ മന്ത്രി പോയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. മണിയാശാൻ എവിടെ പോയിട്ടാ? കൃഷ്ണൻകുട്ടി ചേട്ടൻ എവിടെ പോയിട്ടാ സംസാരിച്ചത്? മണിയാശാനും കൃഷ്ണൻകുട്ടി ചെയ്തത് മാത്രമാണോ? അല്ല, അദ്ദേഹം വിമർശിച്ചോണ്ടാ ഞാൻ പറഞ്ഞു. ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ പവർ പർച്ചേസിനൊക്കെ ഒരു രീതിയുണ്ട്, വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഞാൻ ചെയർമാൻ രാജമാണിക്യം IAS എല്ലാ ദിവസവും രാവിലെ എന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി വൈദ്യുതിയുടെ ഇന്നത്തെ ബോർഡ് ഡയറക്ടേഴ്സിനെ എല്ലാ ദിവസവും അടിയന്തര സാഹചര്യത്തിൽ എല്ലാ ദിവസവും വിളിച്ചു വരുത്തി, ഇന്നലെയും വിളിച്ചു വരുത്തി അവരുമായിട്ട് ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ചർച്ച ചെയ്യുന്നുണ്ട്. ആ കാര്യമൊന്നും എല്ലാ ദിവസവും പത്രങ്ങളിൽ കൊടുക്കുന്നില്ല. മന്ത്രി ചെയ്യുന്നതും ബോർഡ് ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും പത്രത്തിൽ കൊടുക്കുന്നില്ല. ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളെ പല സമയത്ത് മാധ്യമങ്ങളെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും ഈ കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു. അതിന്റെ പ്രയാസം ഏതെങ്കിലും ഗവൺമെന്റ് മാറിയതുകൊണ്ടോ മന്ത്രി വന്നതുകൊണ്ടോ അല്ല, കാലാവസ്ഥകളിൽ വന്ന മാറ്റമാണ്. ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരളം നമുക്ക് ഇത്രയും ജനസമ്പത്തുണ്ടായിട്ട് നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ ആകെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന 1600 മെഗാവാട്ടാണ്. 4700, 5000 അതിന്റെ മുകളിൽ മെഗാവാട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുവരെ എല്ലാ കൊട്ടിഘോഷിക്കുമ്പോഴും ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന 1600 ആണ്. 1700 മെഗാവാട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കി 650 നമ്മുടെ ദീർഘകാല കരാറാണ്. 150 മെഗാവാട്ട് ഹ്രസ്വകാല കരാറിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കുമ്പോഴും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന 1600. ഞാൻ നാളെ ഏതായാലും ശ്രീകണ്ഠപുരത്തെ ബസ് പ്രൊജക്റ്റും മയിലാട്ടിയിലെയും മുള്ളേരിയയിലെയും ബസ് സംവിധാനം, ബസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ്, അത് പഠിക്കാൻ വേണ്ടി വേഗത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇത് കൂടുതലായിട്ട് എല്ലാവരെയും പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്, പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. കർണാടക മന്ത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതാരാ? കർണാടകത്തിലെ വൈദ്യുതി മന്ത്രി ആരാ പറയും? KJ ജോർജാണ്. അദ്ദേഹം ഇന്നലെ 2 പ്രാവശ്യം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ അവിടെ നിന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരും. ആ സമയത്തിന് തീർക്കാനാണ് പ്ലാൻ എടുക്കുന്നത്. അത് അവർക്ക് വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയർമാൻ പറഞ്ഞത് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നടപടി എടുക്കുന്നതാണ്. തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നടപടി ഒഴിവാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നാളെ ആ 3 സ്ഥലവും സന്ദർശിച്ച് എന്താണെന്ന് വിലയിരുത്തി അതിനെ ഡയറക്ടറും പ്രത്യേകിച്ച് ജനറേഷന്റെ ഡയറക്ടറോടും അതിന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്മാർ സി ഉൾപ്പെടെയുള്ളവരോടും കൂടി വരാൻ പറഞ്ഞു. എപ്പോഴാന്ന് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു എപ്പോഴാ വിജയ വേണ്ട പറഞ്ഞു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട്? ഞാനിപ്പം ഇരിട്ടിയിലേക്ക് വന്ന് നിങ്ങൾ എന്നെ കണ്ടുവരുന്നു, അത്രയേ ഉള്ളൂ. ബാരാപ്പോൾ അത് ചോദിച്ചത് നന്നായി ഉന്മേഷേ. നേരത്തെ അവകാശവാദം പറഞ്ഞില്ലേ? ബാരാപ്പോൾ എപ്പോഴാ കേടായത്? 1 വർഷം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ജൂണിലല്ലേ? കഴിഞ്ഞ ജൂണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞതല്ല, 2025 ജൂണിൽ പ്രവർത്തന രഹിതമായ ബാരാപ്പോൾ നവീകരിച്ച് അതിന്റെ റിപ്പയർ വർക്ക് നടത്തി 1 വർഷം എടുത്തിട്ടും അതിന്റെ പഠനം പൂർത്തിയാക്കുകയോ ഉത്പാദനം നടത്തും. 40 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആവശ്യം വരുന്നതിന്റെ 10-1. ആ 40 മെഗാവാട്ട് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ബാരാപ്പോളിനെ അവരെ അവഗണിച്ചു. ഞാൻ അവിടെ പോയി സന്ദർശിച്ചു. നേരത്തെ മന്ത്രിയുടെ കൂട്ടത്തിൽ പോയി സന്ദർശിച്ചു. അപ്പൊ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും പോയി സന്ദർശിച്ചു. അപ്പൊ അവർ ഡൽഹിയിൽ നിന്ന് പഠന സംഘം വന്ന് അതിന്റെ റിപ്പോർട്ട് ചോദിച്ചു, പലവട്ടം ചോദിച്ചു. ഇന്നലെ ഞാൻ സംസാരിച്ചു. ബാരാപ്പോളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഉത്പാദനം വേഗത്തിലാക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈദ്യുതിയുടെ കാര്യം എന്താ? നാളെ പോയിട്ടങ്ങ് തുടങ്ങാൻ പറ്റില്ല. റോഡ് പണിയാണെങ്കിൽ ഇന്ന് തുടങ്ങാം, പാലമാണെങ്കിൽ തടിപ്പാലം ഇടാം. ഇത് വൈദ്യുതിയല്ലേ? അതിന്റെ സെക്യൂരിറ്റി, അതിന്റെ പ്രവർത്തന രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കി വെള്ളത്തിന്റെ ചോർച്ച പൂർണ്ണമായിട്ടും തടഞ്ഞ് ജനങ്ങളുടെ വീടിനും സ്വത്തിനും നല്ല ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അടുത്ത മഴക്കാലത്തെങ്കിലും ബാരാപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ഈ ചില നിയമനങ്ങളൊക്കെ ലീഡർ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചില ആളുകൾ, നേതാക്കൾ പറയുന്നുണ്ട്. ഈ KPCയുടെ ഒക്കെ തന്നെ ആലോചിച്ചിട്ടാണോ ഈ നിയമ നടപടികളൊക്കെ ചെയ്യുന്നത്? ക്യാബിനറ്റിൽ വരുന്നുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. KPC പ്രസിഡന്റ് ഞാനുമായിട്ടും ചർച്ച ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കമ്മിറ്റിയിലേക്ക് ചർച്ച കൊണ്ടുപോയിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു.